ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കട്ട് വർക്ക് സാരികളാണ് കാണിക്കുന്നത്. പല റേറ്റിൻ്റെയുണ്ട്, പല ഡിസൈനുകളിലുള്ള കട്ട് വർക്ക് സാരികളാണ്. ഇതും ഒരു കട്ട് വർക്ക് സാരിയാണ്. ഇതൊരു സോഫ്റ്റ് സിൽക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു ബ്ലൂ ഷെയ്ഡിൽ സഫയർ ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക്. ഇതുണ്ട്, ഇതിൻ്റെ പല്ലുവിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് വന്നിരിക്കുന്നത്. എല്ലാം പല രീതിയിലാണ് ഈ കട്ട് വർക്ക് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2680 ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ മറ്റ് കളറുകൾ നമുക്കൊന്ന് കാണാം. ഇതൊരു നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ചിലപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് എന്തെങ്കിലും വരുവാണെങ്കിൽ, കാരണം ചില കളറുകൾക്ക് എന്തെങ്കിലും മാറ്റം വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ ഒന്ന് വീഡിയോ കോളിൽ ഒന്ന് വിളിക്കണം കേട്ടോ. ഇതാണ് ഇതിൽ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതുണ്ടോ, പല്ലുവിലുള്ള എംബ്രോയ്ഡറി വർക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു ഫുള്ള് വരുന്നത്. അതുപോലെ ഇതുണ്ട്, നമുക്കിത് വൺ പ്ലീറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഇതുണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇന്നർ ഭാഗം വരുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിനുമാണ്. ബോഡിയിൽ ഇങ്ങനെ ഈ സൈഡിൽ ഈ എംബ്രോയ്ഡറി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ബോഡി പാർട്ട് സെൽഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് സ്കാറ്റേർഡ് ആയിട്ടും വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഈ പ്ലീറ്റിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2135 ആണ്. ഇതൊരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഈ കട്ട് വർക്കുകൾ എല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ടാട്ടോ ഞാൻ ഈ സാരി മുഴുവൻ വിടർത്താത്തത്. ഇങ്ങനെയാണ് ഇതിൻ്റെ സൈഡിലുള്ള ഈ കട്ട് വർക്ക് വരുന്നത്. പല്ലുവിൽ ഇങ്ങനെയാണ് വരിക. ഇതുണ്ടോ, പല്ലു പോർഷൻ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗമായിട്ട് വരുന്നത്. ഈ കട്ട് വർക്ക് ഇങ്ങനെ വരുന്നു. ഇതിൽ സെൽഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നു വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഈ കട്ട് വർക്ക് ഞാൻ പറഞ്ഞല്ലോ, താഴ്ഭാഗത്ത് ഫുള്ളായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് നമ്മുടെ ഈ പ്ലീറ്റിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 2135 ആണ്. നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. പല്ലുവിൽ ഉണ്ടോ, ഇത് ഒറ്റ ലെയറായിട്ട് തന്നെ ഞാൻ പിടിക്കാം. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. അതിൽ ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്കും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെയാണ് വരുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഈ കട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടും താഴ്ഭാഗത്ത് വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഈ പ്ലീറ്റിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. ബാക്കി ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. ഈ ബോഡി പാർട്ടിൻ്റെ ഭാഗത്തോടെ ഒരേ ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്കുകളും വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്കിത് വൺ പ്ലീറ്റഡ് ആയിട്ടും അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റഡ് ആയിട്ട് ഇതിനെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഒത്തിരി കനമുള്ള മെറ്റീരിയലല്ല, നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാനൊക്കെ നല്ലൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2135 ആണ്. ഒരു ലൈറ്റ് ചെങ്കൽ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരിക. ഈ ഭാഗത്ത് ഇവിടം വരെയും ഈ ഭാഗത്ത് ഫുള്ളായിട്ടും ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഉണ്ടോ, പല്ലുവിലുള്ള എംബ്രോയ്ഡറി വർക്ക്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഈ കട്ട് വർക്ക് വരിക. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ബോഡി പാർട്ടിൽ ഈ വർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും വരുന്നു. ഈ ഭാഗത്ത് ഹാഫായിട്ടും അതുപോലെ സ്കാറ്റേർഡായിട്ട് വരുന്നുണ്ട്. പിന്നെ ബോഡി പാർട്ടിലും ആ എംബ്രോയ്ഡറി വർക്ക്, സെൽഫ് എംബ്രോയ്ഡറി വർക്ക് ഹാഫായിട്ട് അതെല്ലാത്തിൻ്റെയും അങ്ങനെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2139 ആണ്. ഇത് വൈറ്റ് സാരിയിൽ കട്ട് വർക്കും അതുപോലെ എംബ്രോയ്ഡറി വർക്കും സ്കാലപ്പ് വർക്കും എല്ലാം കൂടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്കാലപ്പ് വന്നിരിക്കുന്നത് ഇങ്ങനെയാട്ടോ. കണ്ടോ, ഇതേ രീതിയിലാണ് ഇതിൻ്റെ സ്കാലപ്പ് ചെയ്തിരിക്കുന്നത്. കട്ട് വർക്കും ഇങ്ങനെയാണ് വരുന്നത്. ഇതെല്ലാം ഒരു സോഫ്റ്റ് സിൽക്കിലാണ് വരിക. അതുപോലെ ഇതിൻ്റെ സ്കാറ്റേർഡായിട്ടും സെൽഫായിട്ട് വൈറ്റ് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ താഴ്ഭാഗത്ത് ഈ കട്ട് വർക്ക് ഫുള്ളായിട്ടും ഈ മുകൾ ഭാഗത്ത് പ്ലീറ്റഡിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. പല്ലുവിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2085 ആണ്. ഇത് സോഫ്റ്റ് ഓർഗൻസയിൽ കട്ട് വർക്കാണ്. ഞാനിതിൻ്റെ മുമ്പ് ഇത് കാണിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. വീണ്ടും ഞാനൊന്നുകൂടെ അപ്ഡേറ്റ് ചെയ്തതാണ്. കാരണം ഇതാ വന്നപ്പോൾ തന്നെ ഇതെല്ലാം ഫുള്ളായിട്ടും സെയിൽ ചെയ്ത് പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നുകൂടെ കാണിച്ചതാണ്. ഇതൊരു സോഫ്റ്റ് ഓർഗൻസയിലാണ്. പിന്നെ ഇതൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. പല്ലുവിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. കട്ട് വർക്കും ആ എംബ്രോയ്ഡറി വർക്കും കൂടെ
ഇങ്ങനെ വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ കട്ട് വർക്ക് തന്നെ വരുന്നുണ്ട്. അതുപോലെ പല്ലുവിൽ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ബോഡി പാർട്ടിൽ ഈ ഭാഗത്ത് അതെല്ലാത്തിൻ്റെ അതെ ഇവിടെ വരെയേ വരുന്നുള്ളൂ. പിന്നെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ മെറ്റീരിയലാണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ഓർഗൻസയിൽ കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക്. ഇതിനും കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം സൈഡൊക്കെ സ്കാലപ്പ് ചെയ്ത് കേട്ടോ വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇങ്ങനെയാണ് പല്ലു. കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്ക്, കട്ട് വർക്ക്, സ്കാലപ്പ് വർക്ക് എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണ് വരിക. ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. ഈ സൈഡിൽ പ്ലേറ്റഡിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. അതുപോലെ സ്കാറ്റേഡായിട്ട് ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ബോഡി പാർട്ടിൽ ഹാഫായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2615 ആണ്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ വരുന്ന ഈ വർക്ക് ഫുള്ളായിട്ടും. ഇതുണ്ടാകും നല്ല ലെങ്ത് തന്നെ അത് വരുന്നുണ്ട്. ആ കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്കും സ്ലീവിൻ്റെ എൻഡിൽ വരുന്നുണ്ട്. ഇതൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലും കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക്. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന അതേ കോൺട്രാസ്റ്റ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ കട്ട് വർക്ക് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, എംബ്രോയ്ഡറി വർക്കും ഇങ്ങനെയാണ് ഇത് വരിക. അതുപോലെ സ്കാറ്റേഡായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ വരുന്നത്. ഇതുണ്ടോ, ഈ ഭാഗത്തും ഇങ്ങനെ വരുന്നു എംബ്രോയ്ഡറി വർക്ക്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണിത് ഫുള്ള് വരിക. വളരെ സോഫ്റ്റായിട്ടുള്ള ഓർഗൻസ മെറ്റീരിയലിലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2615 ആണ്. ഇതൊരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡിലാണ് ഇത് വരിക. വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. കട്ട് വർക്കാണ് ഇതിലും വരുന്നത്. കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇതുണ്ടോ, പല്ലുവിൽ ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും സ്കാലപ്പ് വർക്കും എല്ലാം കൂടെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണിത് ഫുള്ള് വരുന്നത്. അതുപോലെ ഈ സൈഡിൽ ഫുള്ളായിട്ടും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. താഴ്ഭാഗത്ത് ഫുള്ളായിട്ടും. ഈ സൈഡിൽ പ്ലീറ്റഡിൻ്റെ ഭാഗം വരെ. ഒരു റയർ കളേഴ്സാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ കളറിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ 1985 ആണ് വരുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. നമുക്ക് 1 ലെയർ ആയിട്ടും ഇതിനെ യൂസ് ചെയ്യാം. ട്രാൻസ്പെറൻ്റ് അല്ല. അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റഡ് ആയിട്ടും ഇതിനെ യൂസ് ചെയ്യുന്നത് ഉണ്ടോ. ഇതിൽ പിടിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതാണ് ഇതിൻ്റെ ഇന്നർ ഭാഗം വരുന്നത്, ഉൾഭാഗം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്. ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഉണ്ടോ, ഹാഫായിട്ട് തന്നെ വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.